എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1761 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. സാറ് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം എടുത്തു കഴിഞ്ഞു. ഇന്ന് സാറ് ക്ലാസ് എടുക്കുന്നതിനായി എത്തിയിട്ടുള്ള ഇന്നത്തെ ക്ലാസിന്റെ വിഷയം മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും ഹോമിയോപ്പതിയും, അതിൽ പ്രത്യേകിച്ചും ബ്ലാഡർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ഫങ്ഷൻസും അതിന്റെ മെഡിസിൻസും അതിനെക്കുറിച്ചാണ് സാറിന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. സാറ് എപ്പോഴും സാറിന്റെ ക്ലാസ്സുകൾ വളരെ നല്ല ക്ലാസ്സുകളാണ്. സാറ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ വളരെ നല്ല ഒരു ക്ലാസ് ഇന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, ക്ലാസ് തുടങ്ങാം. കേൾക്കാം സാറേ, കേൾക്കാം, കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഡിസ്റ്റർബൻസ് ഓർ ഡിസ്ഫങ്ഷൻ ഓഫ് ബ്ലാഡർ. ബ്ലാഡറിന്റെ ഡിസ്ഫങ്ഷൻ പലപ്പോഴും നമുക്ക് സുപരിചിതമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ധാരാളം വാക്കുകളാണ്. അതിലൊന്ന് അനോറിയ, പോളിയൂറിയ, ഒളിഗോയൂറിയ, ദെൻ ഡിസൂറിയ. ഇതെല്ലാം സാധാരണ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളത് പലതും ശീലിച്ചിട്ടുണ്ട്. ബ്ലാഡറെ സംബന്ധിച്ച് മാത്രം ഗഹനമായ പ്രശ്നങ്ങളുണ്ടോ പലരും സംശയിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണല്ലോ നമ്മുടെ അറിവില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതായാലും ബ്ലാഡറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിസ്ഫങ്ഷൻ, അതിൻ്റെ പാത്തോളജി, വാട്ട്സ് ബിഹൈൻഡ് ഇറ്റ്, അത് നമ്മൾ ബോധവാന്മാര് ആയിരിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും അവിടെ നമുക്ക് തെറ്റുപറ്റാം. പലപ്പോഴും നമ്മൾ ശരിയിലേക്ക് ആയിരിക്കാം. എങ്കിലും ഈ പാത്തോളജി ബിഹൈൻഡ് ദ ഡിസ്ഫങ്ഷൻ ഓഫ് ദ ബ്ലാഡർ, ഇത് നമ്മൾ പരിപൂർണമായിട്ട് ബോധവാന്മാരല്ല എങ്കിൽ നമുക്ക് തെറ്റുപറ്റാവുന്നതാണ്. എന്തായാലും ബ്ലാഡറിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഫങ്ഷൻ, അതായത് ഇവാക്വേഷൻ ഓഫ് യൂറിൻ ആണല്ലോ. അപ്പം ആ ഫങ്ഷൻ നടക്കുന്നത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കോർട്ടെക്സ്, പോൺസ്, മെഡുല, അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ, ദെൻ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂറൽ പാത്വേ, ദെൻ T10, 11, 12, S2, 3, 4. ഇതെന്നെല്ലാം വരുന്ന നെയറു പാത്സ് ഈ ഫങ്ഷനെ നിയന്ത്രിക്കുന്നു. ഇത്രയും ഒരു സെറ്റ് ഓഫ് നെയറു പാത്ത് ഒന്നിച്ച് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വലിയ ജോലിയാണ് മെക്സുറേഷൻ. അപ്പൊ ഇതിന് കോർട്ടിക്കൽ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയായിരിക്കും മുതിർന്നു കഴിഞ്ഞാൽ. കാരണം അവിടെ കൺട്രോൾ ഉണ്ടാകില്ല. പക്ഷെ ഒരു സോഷ്യൽ സെൻസ്, നമ്മളൊരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത്, അല്ലെ ഒരു മോബിന്റെ മധ്യയിലാണ് നിൽക്കുന്ന ഒരു ധാരണ ഇല്ലാതെ പോകും. അപ്പൊ ഈ കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ അത് പലർക്കും ഉണ്ട്, ഇൻകോണ്ടിനൻസ്, അത് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതെ നമ്മളെല്ലാം പരിപാലിക്കുന്നത് ഇത്രയും സെറ്റ് ഓഫ് ഈ ന്യൂറൽ പാത്വേ ആണ്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ്ങും അത് കഴിഞ്ഞ് അതിൻ്റെ ഇവാക്വേഷനും കൺട്രോൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് കോർട്ടിക്കൽ പാർട്ട്, പോൺസ്, മെഡുല, അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ, ദെൻ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റംസ്. ഇത്രയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ആർക്ക് എന്ന് പറയുന്നത് അതൊരു ന്യൂറോ പാത്വേ ആണ്, ന്യൂറോൺസിന്റെ പാത്വേ ആണ്.
അതൊരു മീഡിയമാണ്, അല്ലെ മീഡിയേറ്ററാണ്. ബ്രെയിനിൽ നിന്ന് വരുന്ന ഇമ്പൾസ്, ആ ഇമ്പൾസ് അനുസരിച്ച് ഓർഡർ ബ്ലാഡറിലേക്ക് കൊടുക്കാനും, ബ്ലാഡർ വരുന്ന സെൻസേഷൻസ്, അതായത് ഫിൽ ആയി എന്നുള്ള സെൻസേഷൻ, സ്ട്രെച്ച് ഇമ്പൾസ്, സ്ട്രെച്ച് സെൻസറി ഇമ്പൾസ്, അത് ആർക്ക് വഴി ബ്രെയിനിലേക്ക് എത്തിക്കാനും അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഓർഡേഴ്സ് തിരിച്ചെത്തുവാനും ഇങ്ങനെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് ആർക്ക്, സേക്രൽ ഏരിയയിലാണ്. ഇനി ഈ റിഫ്ലക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, റിഫ്ലക്സ് ആണ് ബ്ലാഡർ എന്ന് അറിയുമ്പോൾ ഒരു റിഫ്ലക്സ് കിട്ടുന്നു. ആ റിഫ്ലക്സ് ബ്രെയിനിൽ വരുന്നു, ബ്രെയിനിൽ നിന്നാണ് തിരിച്ച് ഓർഡർ വരുന്നത്, അത് സ്ക്യൂസ് ചെയ്യുക. അപ്പം സ്ക്യൂസിങ് മാത്രമല്ല, സ്ഫിങ്ക്റ്റർ മസിൽസ് ഡയലേറ്റ് ചെയ്യണം. ബ്ലാഡർ മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്യുമ്പോൾ സ്ഫിങ്ക്റ്റർ മസിൽ ഡയലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ യൂറിത്രൽ മസിൽസ് ഡയലേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഓറിയന്റ് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു കാമായിട്ടുള്ള ഒരു ഇവാക്വേഷൻ, അതായത് ഹെൽത്തി ഇവാക്വേഷൻ അവിടെ നടക്കുന്നു. ഓക്കെ, ഇനി സ്പൈനൽ സെൻസറി ഏതെല്ലാം റിഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്? 1 റിസപ്റ്റർ, 2 സെൻസറി ന്യൂറോൺസ്, 3 ഇന്റർ ന്യൂറോൺസ്, അതായത് മോട്ടോർ ആൻഡ് സെൻസറി നെർവ്സ്, മോട്ടോറിന്റെ ഇമ്പൾസ് സെൻസർ സിസ്റ്റത്തിലേക്കും സെൻസറി സിസ്റ്റത്തിൽ നിന്ന് മോട്ടോർ സിസ്റ്റത്തിലേക്കും ഇന്റർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്റർ ന്യൂറോൺസ്. ദെൻ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മസിൽസിനും ഗ്ലാൻസിനും ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്. മസിലിനെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ഷൻ, റിലാക്സേഷൻ. ഗ്ലാൻസിനെ സംബന്ധിച്ച് പല ഗ്ലാൻസ് ഉണ്ട്. ഇപ്പൊ ലാക്റ്റിയൽ ഗ്ലാൻസ് ആണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ഓഫ് ലാക്റ്റിയൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഉൽപാദനം, ഇതിനെല്ലാം ഓർഡർ കൊടുക്കുന്നത് മോട്ടോർ സിസ്റ്റം. ഇനി ഇഫക്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് മോട്ടോറിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇഫക്റ്റ്. ഫോർ എക്സാമ്പിൾ മസിൽ, അവിടെ അതിന്റെ പ്രവർത്തനം കോൺട്രാക്ഷനാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇനുർവേഷൻ ബ്ലാഡറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ് കോർട്ടക്സ്, പോൺസ്, മൊഡില. അത് കൂടാതെ T10, 11, 12 അവിടുന്ന് ഉദ്ഭവിക്കുന്ന പാരാ സിമ്പതറ്റിക്കും സിസ്റ്റംസ് താഴോട്ട് വന്നിട്ട് S2, S3, S4 അവിടെയും സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് പാത്വേ ആയിട്ട് യോജിച്ചിട്ടുള്ള ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഇവാക്വേഷൻ ഓഫ് യൂറിൻ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, എങ്കിലും പറഞ്ഞു എന്നുണ്ട്. ഇതിന്റെ വാസ്കുലാരിറ്റി അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ മെയിൻലി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ബ്ലാഡറിന്റെ ആർട്ടറീസ് ആണ്. വെസൈക്കൽ ആർട്ടറീസ് എന്ന് പറയും, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. ഇത് സപ്പോർട്ടഡ് ബൈ ബ്രാഞ്ചസ് ഫ്രം യൂട്രൈൻ ആർട്ടറി ആൻഡ് വജനൽ ആർട്ടറി ഇൻ വിമൻ. ഒരു മെന്നെ സംബന്ധിച്ചിടത്തോളം ഒബ്ട്രേറ്റർ മസിലിന് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയിൽ നിന്ന് ഒരു ബ്രാഞ്ച്, ഇൻഫീരിയർ ഗ്ലൂട്ടിയൽ ആർട്ടറി എന്നൊരു ബ്രാഞ്ച് ആണ് മെയിലിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട്. ഇപ്പൊ മെയിൻ ആർട്ടറീസ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെസൈക്കൽ ആർട്ടറീസ്. ഈ ടൈപ്പ് ഓഫ് ഡിസ്ഫങ്ഷൻസ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതും കേൾക്കാത്ത 1-2 ഐറ്റംസ് കൂടിയുണ്ട്. അതിലൊന്ന് റിട്ടൻഷൻ, എല്ലാവർക്കും അറിയാം. ഇൻകോണ്ടിനൻസ് എല്ലാവർക്കും അറിയാം. ഡിസൂറിയ, അതും അറിയാൻ നമ്മൾ ചികിത്സിക്കുന്നതാണ്. ദെൻ ഫ്രീക്വൻസി വിത്ത് ഓർ വിത്തൗട്ട് പെയിൻ. ദെൻ ഡിഫിക്കൽട്ട് ടു ഇനിഷ്യേറ്റ് ഇവാക്വേഷൻ or maturation. Then precipitancy എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർജൻസി ആൻഡ് ഹെസിസ്റ്റൻസി ആണ്. ദെൻ ഒളിഗൂറിയ. ഇത്തരമാണ് സാധാരണ നമ്മൾ
കണ്ടുമുട്ടാറുള്ള ഡിസ്ഫങ്ഷൻസ്. ഇതിന്റെ കോസ് ഒന്ന് ന്യൂറൽ കോസാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ ആൻഡ് കോർട്ടിക്കൽ ലീഷൻസ്. ദെൻ പോൺസ്, അത് നമ്മൾ പരാമർശിച്ച കാര്യമാണ്. Then non-neurological causes. Congenital abnormality of bladder and urethra. Then trauma, acquired dysfunction. Phimosis, congenital. Then impaction of calculi. Then uterine cause, fibroid, any infection of the uterus, and pregnancy. Also things which affect free menstruation. Then prostatitis, prostatomegaly, all those things which make retardation of the easy menstruation. Then rectal cause, ഏതെങ്കിലും സിസ്റ്റ് അല്ലെങ്കിൽ വെർട്ടിക്കുലം ഓർ ക്യാൻസർ, ഈ കണ്ടീഷൻസിൽ റെക്ടൽ കോസ് കൊണ്ടും മെൻസ്ട്രുവേഷന് തടസ്സം സൃഷ്ടിക്കാം. Then cardiac failure, congestive cardiac failure. നമുക്കറിയാം കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലറും മൂത്രമായിട്ടുള്ള ബന്ധം ചിലർക്കെങ്കിലും സംശയം വരാം. ശ്വാസകോശത്തില് ലങ്സില് എഡിമ ഉണ്ടാക്കുന്നത്, പൾമണറി എഡിമ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം കൺജസ്റ്റീവ് കാർഡിയാക് ഡിസീസ് ആണ്. അതേപോലെ തന്നെ പ്ലൂറസി വിത്ത് എഫ്യൂഷൻ ഫസ്റ്റ് കോസ് കാർഡിയക് ഫെയിലർ. അതേപോലെ തന്നെ കൺജസ്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് ക്രിയേറ്റ് ചെയ്യാനും, കാരണം അവിടെ സർക്കുലേഷൻ വികലമാകുന്നു, അതുകൊണ്ട് തന്നെ കിഡ്നി ഫങ്ഷനും വികലമാകുന്നു. അതുകൊണ്ടാണ് യൂറിനെ സംബന്ധിച്ചിടത്തോളം കുറവ് സംഭവിക്കാം, കിഡ്നി പല കാരണങ്ങൾ കൊണ്ട് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകാം. ഇതെല്ലാമാണ് അതിന്റെ കാരണം. ഡിസ്റ്റർബൻസ് ഉണ്ടായി പോകുന്നു. അല്ലല്ല, പേഷ്യൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. സംശയം ചോദിക്കാനുള്ളവരുണ്ട്, അല്ലാത്ത ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ട്. ഇങ്ങനെ അതിന്റെ ത്രെഡ് പോയി. Then cause of the retention. കാരണങ്ങൾ പറഞ്ഞു. കോസ് ഓഫ് റിട്ടൻഷൻ ഒന്ന് യൂറിത്രൽ സ്ട്രക്ചർ, അത് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം, STD കൊണ്ടുണ്ടാകാം, മറ്റ് അതർ ഇൻഫെക്ഷൻസ് അതിന്റെ കോസ് ആകും. ദെൻ പ്രോസ്റ്റേറ്റ്, ദെൻ പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ബ്ലാഡർ അറ്റോണി, അതായത് ഓവർ ഫില്ലിംഗ്. ദെൻ പോസ്റ്റ് ഓപ്പറേഷൻ കണ്ടീഷൻസ്, അത് കോസ് ആകാം. അതുപോലെ തന്നെ സ്പൈനൽ അനസ്തേസിയ, ഉദ്ദേശിക്കുന്നത് ലംബാർ പഞ്ചറാണ്, അതും ഇതിലേക്ക് നയിക്കാം. ദെൻ സ്പൈനൽ കോഡ് ലീഷൻ, സൈക്കോജനിക്, ഇത്രയും കാരണങ്ങൾ കൊണ്ട് റിട്ടൻഷൻ ഉണ്ടാകാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. ദെൻ അക്യൂട്ട് റിട്ടൻഷൻ വിച്ച് കോസ് സിവിയർ പെയിൻ. ക്രോണിക് റിട്ടേഷൻ അതിന്റെ ഇൻസീഡിയസ് ഡെവലപ്മെന്റ് ആണ്, വളരെ സ്ലോലിയാണ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങളും അതിന്റെ പാത്തോളജിയും സീരിയസ് പാത്തോളജികൾ ആണ്. അത് സ്ട്രക്ചർ ഒന്ന്, രണ്ടാമത് STD, അതർ ഇൻഫെക്ഷൻസ്,
ദെൻ ഇൻഫാക്ട്, റീനൽ ഇൻഫാക്ട് ആകാം. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം. ദെൻ ഇൻകോണ്ടിനൻസ്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അത് ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് മെനോപോസൽ കണ്ടീഷൻ ഉണ്ടാകുന്ന ഇതാണ്. ഒരു ഡ്രിബിളിങ് അല്ലെങ്കിൽ പാരസ് ഇൻകോണ്ടിനൻസ് ഒക്കെ പറയാം. ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. ദെൻ അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ ലീഷൻ കൊണ്ട് ഈ ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ സൈക്കോജനിക് ആൻഡ് ഫങ്ഷണൽ കോസ്. ദെൻ ഡിസൂറിയ, അത് നമ്മൾ മിക്കവാറും കിട്ടുന്ന കേസുകളാണ്. മെജോറിറ്റി ഇൻഫെക്ഷൻസ് ആകാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യൂറിത്രൽ ഇൻഫെക്ഷൻ. ദെൻ ഒരു സിസ്റ്റിക് കണ്ടീഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ്. ദെൻ സിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലാഡർ. യൂട്രൈൻ കോസ് നമ്മൾ നേരത്തെ പറയുന്നതാണ്. അതുപോലെ തന്നെ സൈക്കോജനിക്. ഇത്രയും കാരണം കൊണ്ടും ഡിസൂറിയ ഉണ്ടാകാം, ഫങ്ഷൻ കോസ്. ദെൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ സാധാരണഗതിയിൽ നോർമൽ ഉദ്ദേശിക്കുന്നത് ഇൻ അഡൽട്ട് 3 to 6 times per 24 hours. അതാണ് സാധാരണ. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് അതിൻ്റെ പിന്നിൽ കാരണങ്ങളും ഉണ്ടാകാം. അതിൻ്റെ കോസ് ഒന്ന് പോളിയൂറിയ, ഡയബറ്റിക് മെലിറ്റസ്, ഡയബറ്റിക് ഇൻസിപ്പിഡസ്, കോൾഡ് വെതർ, ക്രോണിക് നെഫ്രൈറ്റിസ്, any drugs, that means diuretics, then spinal cord lesion. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഫ്രീക്വൻസി ഉണ്ടാകാം. അപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ കോസുകളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതും ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്പൈനൽ കോഡ് ലീഷൻ കണ്ടുപിടിക്കാനും അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളുടെ പുറകെ പോയി വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയാലേ സ്പൈനൽ കോഡ് ലീഷൻ ആണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് ലോങ് ടൈം ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമാണ്. ദെൻ ഡിഫിക്കൽറ്റി ടു ഇനിഷ്യേറ്റ് മെച്ചുറേഷൻ, കാത്തു നിൽക്കേണ്ടി വരിക. എന്നാലും ഒരു ഇനിഷ്യേറ്റ് എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ പ്രചോദനം കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻസ്. പൂവറായിട്ടുള്ള ബ്ലാഡർ പില്ലിംഗ് ആകാം. ലോവർ മോട്ടോർ ന്യൂറോണിന്റെ ലീഷൻസ് ആകാം. പെരിഫറൽ ന്യൂറൈറ്റിസ് ആകാം വിത്ത് ഡയബറ്റിക്സ്. പ്രസിപ്പിറ്റൻസി മറ്റൊരു ഡിസോർഡർ ആണ്. നേരത്തെ പറഞ്ഞ് അതിൻ്റെ 2 കണ്ടീഷൻസ് ആണ് പ്രസിപ്പിറ്റൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. അർജൻസി ആൻഡ് റെസിസ്റ്റൻസി. ചില കുട്ടികൾ ഇങ്ങനെ തുള്ളിച്ചാടും, വേദന കൊണ്ട്. ഇപ്പൊ എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറയും. ഉടനെ സ്ഥലം കാണിച്ചു കൊടുക്കും, പിന്നെ വരുന്നില്ല, മൂത്രം ഉണ്ടാക്കുക. അത് വീണ്ടും പെയിൻ ആകും, നിന്ന് ചാടും. നമുക്ക് ഏതാണ്ട് കൊടുക്കാവുന്ന അതിനോട് ഒത്തുവരുന്നത് പെട്രോസിലിനുമാണ് ആ കണ്ടീഷൻ. അതിന്റെ കോസ് ന്യൂറോജനിക്കൽ കോസാണ്. ബ്ലാഡർ ലീഷൻ, അതായത് അതിന്റെ ഇന്റേണൽ മെംബ്രെയിൻ അല്ലെ ലൈനിങ് മെംബ്രെയിനും മസിൽസിനും വരാവുന്ന ലീഷൻ ഓർ എനി പാത്തോളജിക്കൽ കണ്ടീഷൻ വിച്ച് ലീഡ്സ് ടു ദീസ് കണ്ടീഷൻ. അവിടെ കോൺട്രാക്ഷൻ പെയിൻഫുൾ ആയി. ദെൻ പോളിയൂറിയ. ഒരു കാരണം പോളിഡിപ്സിയാണ്, കൂടുതൽ ദാഹം വരുമ്പോൾ.
അത് സൈക്കോജനിക് ആയിരിക്കാം. ഇങ്ങനെ വെള്ളം കുടിക്കണം എന്നൊരു ഇത് വരാനായിട്ട് അതിന്റെ പിന്നിൽ സൈക്കോളജിക്കൽ കോസ് ഉണ്ടാകാം. ഏതായാലും പോളിഡിപ്സിയ ഒരു കാരണമാണ് കൂടുതൽ യൂറിൻ പോകാനായിട്ട്. എക്സസ് സാൾട്ട്, ചിലർ കൂടുതൽ അതിന്റെ ദുരുപയോഗം കൊണ്ടും ഇങ്ങനെ ഒരവസ്ഥയ്ക്ക് വരാവുന്നതാണ്. ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കുന്നതും ഇങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ. ഡയോറിറ്റിക്സ് മെഡിസിൻസിന്റെ ഉപയോഗം കൊണ്ട് പോളിയൂറിയ ഉണ്ടാകാം. ഡയബറ്റിക് മെലിറ്റസ് ആൻഡ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ദെൻ കൺജനിറ്റൽ പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ കിഡ്നി. അതാണ് ഒരു സിവിയർ പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ്. അപ്പൊ ആ കണ്ടീഷൻ കൊണ്ടും പോളിയൂറിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡയബറ്റീസ് ആകാം, ഇതാകാം. അപ്പോൾ ഇങ്ങനെ ഒരു ഉടക്കൂടെ കിടക്കുന്നു എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ദെൻ ഒളിഗൂറിയ, പുവർ ഇൻടേക്ക് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, ഡ്രൈ ഹീറ്റ് ഉള്ള അറ്റ്മോസ്ഫിയർ, ഡീഹൈഡ്രേഷൻ, congenital cardiac failure, renal disease, renal infarct, അതല്ലെങ്കിൽ renal thrombosis, rhabdomyolysis, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രൈപ്പ് മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ പാർട്ടിക്കിൾസ് ബ്ലഡിലൂടെ, ബ്ലഡ് സ്ട്രീമിലൂടെ കിഡ്നിയിലെത്തി ആ പാർട്സ് തന്നെ കിഡ്നിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരവസ്ഥ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അവിടെ അടിഞ്ഞു കൂടുന്നത് മെയിനായിട്ട് വരുന്നത് ക്രിയാറ്റിൻ കൈനേസ് ആണ്. അതാണ് കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നത്. ദെൻ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ക്രിയാറ്റിൻ നോക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. ക്രിയാറ്റിൻ കൈനേസ്, അതായത് സ്ട്രൈപ്പ് മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ദെൻ ന്യൂറോളജിക്കൽ ബ്ലാഡർ, ഉദ്ദേശിക്കുന്നത് ലീഷൻ ഇൻ ന്യൂറൽ പാത്വേ. നേരത്തെ പറഞ്ഞ് അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ, ആർക്ക്. അപ്പൊ ഇതിനിടയ്ക്കുള്ള സ്പൈനൽ പാത്വേയിൽ വരുന്ന ലീഷൻസ് ആണ് ഇതിന് കാരണം. ടൈപ്പ് ഓഫ് ന്യൂറോളജിക്കൽ ബ്ലാഡർ, അത് ഒന്നാണ് അൺഇൻഹിബിറ്റഡ് ബ്ലാഡർ. അതിന് 3 ലക്ഷണങ്ങളാണ്. അർജൻസി, ഫ്രീക്വൻസി, ഇൻകോണ്ടിനൻസ്. അർജൻസി, ഫ്രീക്വൻസി, ഇൻകോണ്ടിനൻസ്. probable medicines, epismal, creosote, Pereira breva. Automatic bladder, lesion in the spinal cord. അതിന്റെ ഫീച്ചേഴ്സ്: സെൻസേഷൻ ടു ദ ബ്ലാഡർ ലോസ്റ്റ്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറയും, ഡയലിറ്റേഷൻ കിട്ടുന്നില്ല. അതേപോലെ തന്നെ cannot initiate or stop urine. അതായത് മിക്സുറേഷൻ അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ ഈ മെക്കാനിക്കലായിട്ട് ഇങ്ങനെ ഏതെങ്കിലും പ്രസ് ചെയ്ത് യൂറിൻ പാസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. probable medicine, Equistetum Imel causticum. Then autonomous bladder. That is automatic ആണ്, ഓട്ടോണോമസ് ബ്ലാഡർ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ അതിന്റെ കാരണം പറയുന്നുണ്ട്. ഓട്ടോണോമസ് ആയിട്ടുള്ള നെർവ് സിസ്റ്റത്തിന് വരുന്ന തകരാറ്. ഡാമേജ് ഓഫ് ദി മോട്ടോർ ആൻഡ് സെൻസറി ആൻഡ് കോഡ ഇക്വിനോ. And features: painless distended bladder or filled bladder.
അപ്പൊ അവിടെ ഇത് കിട്ടുന്നില്ല. ഇത് സ്ട്രെച്ച് ഇമ്പൾസ് നേരെ പോകുന്നില്ല, അതവിടെ ബ്ലോക്കായി പോകുന്നു. അതുകൊണ്ടാണ് ഫില്ലാകുന്നു, പിന്നെ ഓവർഫ്ലോ വരാം. കോൺസ്റ്റന്റ് ഡ്രിബ്ലിംഗ് ഓവർഫ്ലോയുടെ പ്രത്യേകതയാണ്. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് റെസിഡ്യൂ. മെക്കാനിക്കലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുറെ ദൂരം പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകില്ല, റെസിഡ്യൂ ഉണ്ടാവും. ലാർജ് എമൗണ്ട് ഓഫ്, ദാറ്റ് മീൻസ് ചിലപ്പോൾ 400-500 ml ഓഫ് യൂറിൻ റെസിഡ്യൂ ആയിട്ട് അവിടെ കിടക്കും. ദെൻ സാഡിൽ അനസ്തേസിയ. അതിന് കോഡൈക്കനൽ സിൻഡ്രോം അങ്ങനെ ഒരു പേരുണ്ട്. മറ്റൊന്നുമല്ല, പെരിയേനൽ ഭാഗം കംപ്ലീറ്റ് നമ്പായിരിക്കും. പെരിയേനൽ ഏരിയാസ് full of numbness, no sensation. Then loss of sexual functions, no control in bladder, voiding with manually means ഇങ്ങനെ പ്രഷർ കൊടുക്കുക, പിന്നെ സ്ക്വാറ്റ് ചെയ്യുക, കുന്തക്കാൽ കുത്തി ഇരുന്നിട്ട് വയറിന് കുറെ പ്രഷർ കൊടുക്കുക കഴിഞ്ഞാൽ കുറെ യൂറിൻ ഇങ്ങനെ പോകും, എന്നാലും ലാർജ് റെസിഡ്യൂ പിന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രീക്വന്റ് ഇൻക്ലിനേഷൻ ഫോർ യൂറിനേഷൻ, അതായിരിക്കും അതിന്റെ റിസൾട്ട്. അതിന്റെ കോസ് ട്രോമ, ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, സ്പൈന ബൈഫിഡ, ദെൻ ട്യൂമർ ഓഫ് ദ കോഡ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. എന്തെങ്കിലും സംശയമാണ് ചോദിക്കാം. സ്പൈന ബൈഫിഡ അത് ഒരു കഞ്ചനിറ്റൽ അനോമലിയാണ്. കോഡിന്റെ മെനിഞ്ചസും പുറത്തോട്ട് ഇങ്ങനെ തള്ളി വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഒന്നുള്ളതാണ് സിറിങ്കോമൈലിയ. അത് ഈ മൈലിയൻ ഷീത്തും മെനിഞ്ചസും വെള്ളം നിറഞ്ഞ് ഒരു സിസ്റ്റ് പോലെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന അവസ്ഥ ആണ് സിറിങ്കോമൈലിയ. ദെൻ സെൻസറി ബ്ലാഡർ ഉദ്ദേശിക്കുന്നത് ബ്ലാഡർ ടു ബ്രെയിനിലേക്കുള്ള സെൻസേഷൻ നിലച്ചു പോകുന്നു. അപ്പം ബ്ലാഡറിൽ നിന്ന് ആർക്കിൽ ചെന്നു, ആർക്കിൽ നിന്ന് T10, 11, 12 അതുവഴി ലോവർ മോട്ടോർ ന്യൂറോൺ, അപ്പർ മോട്ടോർ ന്യൂറോൺ, ദെൻ മെഡുല, പോൺസ്, കോർട്ടിക്കൽ ഏരിയ. ഇത്രയും ഏരിയ ഇത് ചെന്നെങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള ഓർഡർ തിരിച്ച് ഇവാക്വേഷന് പര്യാപ്തമായ രീതിയിൽ സെൻസറി, പാരാസെൻസറി, അതേപോലെ തന്നെ സൊമാറ്റോ സെൻസറി, ഈ സിസ്റ്റങ്ങൾ എല്ലാം യൂറിൻ്റെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് നോർമൽ ഇവാക്വേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങോട്ട് സെൻസേഷൻ പോകാത്ത കണ്ടീഷനാണ് സെൻസറി ബ്ലാഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ്: പെയിൻലെസ് ഡിസ്റ്റൻഷൻ, ഓവർഫ്ലോ and incontinence, low intravesical pressure, large amount of residue. ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ്. പ്രോബോൾ മെഡിസിൻ, സബൽ സെർവേറ്റ, കോസ്റ്റിക്കം. അതിന്റെ കോസ് ഡയബറ്റിക് ന്യൂറോപ്പതി, ടേബിസ് ഡോർസാലിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. ദെൻ മോട്ടോർ ബ്ലാഡർ, അങ്ങനെ പേരിൽ തന്നെയുണ്ട്, ഓർഡർ ഒന്നും പോകുന്നില്ല. മോട്ടോർ ന്യൂറോണിന്റെ ഉദ്ദേശം ഇങ്ങനെ മസിൽസിലേക്കെല്ലാം ഓർഡർ അയക്കുക എന്നുള്ളത്. ഇവിടുന്ന് ഓർഡർ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ അവിടെ ബ്ലാഡറിലേക്ക് സപ്ലൈ വരുന്നില്ല, അല്ലെങ്കിൽ ഇമ്പൾസ് വരുന്നില്ല, ആ അവസ്ഥയാണ്. അതിന്റെ ഫീച്ചേഴ്സ്: പെയിൻഫുൾ ഡിസ്റ്റൻഷൻ,
not able to initiate evacuation, dribbling, incontinence, no saddle anesthesia. സാഡൽ അനസ്തീസിയ നേരത്തെ പറഞ്ഞു പെരിയനൽ ഏരിയ കംപ്ലീറ്റ് നമ്പായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് സാഡിൽ അനസ്തീസിയ. probable മെഡിസിൻ ആർണിക്ക, കന്നാബിസ് സറ്റൈവ, ഇക്വിസെറ്റം അയമൈൻ. പിന്നെ കോമൺ കോസ് ട്രോമാറ്റിക് ഇഞ്ചുറി, congenital anomalies, poliomyelitis, polyneuritis. ആറാമത്തത് അറ്റോണിക് ബ്ലാഡർ. ടോണിസിറ്റി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ. അതിന്റെ കോസ് MND, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അതിന്റെ ഫീച്ചേഴ്സ് no bladder sensation, overflow incontinence. Probable medicine pepper sulf, opium. ഇങ്ങനെ ഒരു കേസ്, ഒരു ബ്ലാഡർ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന കേസ്, ഹൗ ടു എൻക്വയർ, നമ്മൾ ഏതെല്ലാം ചോദിച്ചു വെച്ചിരിക്കണം അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കണം ഒരു കേസ് എടുക്കുമ്പോൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് പാസ്റ്റ് ഹിസ്റ്ററി തന്നെയാണ്. കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട പ്രോസ്റ്റേറ്റിനെ സംബന്ധിച്ച്, പ്രോസ്റ്റേറ്റ് ഇൻ ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അത്. ദെൻ യൂട്രൈൻ കോസ് ഉണ്ടെങ്കിൽ അത്. ആൻറ്റിവേർഷൻ അല്ലെങ്കിൽ ആൻറ്റിവേർഷനാണ് മിക്കവാറും ബാധിക്കുന്നത്. പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടോ, മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ, അതായത് ഓപ്പറേഷൻസ് യൂട്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ കീ ഹോൾ ആണെങ്കിൽ പോലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ച് അറിയേണ്ടതാണ്. പിന്നെ ഡ്രഗ്സ്, ഏതെങ്കിലും ഡ്രഗ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ, റെക്ടൽ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, അതിൽ ലാർജ് പൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു. അതുപോലെ റെക്ടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പ്രോബ്ലമാണ്. അതേപോലെ സിഗ്മോയിഡ് കൊളോണിലെ ഡൈവർട്ടിക്കുലം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകും. അപ്പം അതിൻ്റെ നീരും കാര്യവും എൻ്റെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് സ്പ്രെഡ് ചെയ്യും. ദെൻ അതർ ലോക്കൽ കോസസ്, ഹിസ്റ്ററി ഓഫ് ട്രോമ, അത് വളരെ കാലം മുമ്പുണ്ടെങ്കിലും അത് കണക്കിലെടുക്കേണ്ടതാണ്. കാരണം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇൻസീഡിയസ് ആയിട്ട് പിന്നെ ബാധിക്കാവുന്നതാണ്. പിന്നെ മറ്റ് സിസ്റ്റമിക് ഡിസീസ്, ഡയബറ്റിക് മെലിറ്റസ്, കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ, ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് വെക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ആ സമ്മം സബ്സ്റ്റൻസ് ഇത് നോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിലൊന്ന് പോളിയൂറിയ. ഇപ്പൊ പോളിയൂറിയ എന്ന് ഉദ്ദേശിക്കുന്നത് 3 ലിറ്റർ കൂടുതലുണ്ടെങ്കിലാണ്. ഒളിഗൂറിയ എന്ന് ഉദ്ദേശിക്കുന്നത് 500 മില്ലിയിൽ കുറവാണെങ്കിലാണ്. അതുപോലെ തന്നെ നോർമൽ ടൈം, അതായത് എത്ര പ്രാവശ്യം ഇവാക്വേഷൻ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചോളം 3 to 6 ആണ്. എക്സാജറേറ്റഡ് സെൻസ് ഓഫ് വാണ്ടിങ് മിച്ചുറേഷൻ, അതാണ് പ്രസിപ്പിറ്റൻസി എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ. പലപ്പോഴും മെട്രോമെഡിക്കലൊക്കെ കാണാം പ്രസിപ്പിറ്റൻസി. അപ്പൊ അതിന്റെ മീനിങ് കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മൾ കേസ് എടുക്കുമ്പോൾ. ദെൻ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് പാരസുമൺ, അതായത് മെനോപോസ്, പോസ്റ്റ് മെനോപോസിൽ പാരസ്, നെല്ലി പാരസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ വിമൺ ഉണ്ടാകുന്നതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. ദെൻ ലോസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, ഉദ്ദേശിക്കുന്നത് ഈ കൺട്രോളിംഗ് സിസ്റ്റം, കോർട്ടിക്കൽ കൺട്രോൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ
1 മാസം പ്രായമുള്ള അല്ലെ 2 മാസം പ്രായമുള്ള ഒരു കൊച്ചിന്റെ അവസ്ഥയായിരിക്കും യൂറിനേഷൻ സംബന്ധിച്ചുള്ള. സ്ഥലകാലം നോക്കാതെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. അയാൾ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. മുറ്റത്താണെങ്കിൽ, യോഗ സ്ഥലത്താണെങ്കിൽ, പള്ളിയിലായിരിക്കും, സ്റ്റേജിലായിരിക്കും യൂറിൻ പോയിട്ടുണ്ട്. ദെൻ ഓട്ടോണമസ് ബ്ലാഡർ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കീ സിംറ്റംസ് ആണ് അർജൻസി, ഹെസിസ്റ്റൻസി ആൻഡ് ഡ്രിബിളിംഗ് ഓർ ഇൻകോണ്ടിനൻസ്. ദെൻ സെൻസറി ബ്ലാഡർ. കോണ്ടിനൻസ് ഓൾഡ് ഏജ് വീക്ക്നെസ് കൊണ്ട് ഉണ്ടാവും. ഓൾഡ് ഏജ് വീക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ സംഭവിക്കുന്നത് വാസ്കുലാർ സ്ക്ലീറോസിസ് ആണല്ലോ. അവിടെ ഒരു 65 വയസ്സ് 70 വയസ്സൊക്കെ കഴിയുമ്പോൾ ബ്രെയിനിലേക്കുള്ള സ്മോൾ ആർട്ടറീസിനെല്ലാം ഡീജനറേഷൻ സംഭവിക്കും. അതിന്റെ ഇതായിട്ടാണ് ഡിമെൻഷ്യ ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ അതിങ്ങോട്ടും ബാധിക്കും. കോർട്ടിക്കൽ ഫംഗ്ഷൻ ചിലർക്ക് ഈ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഓൾഡ് ഏജ് ഉള്ളവർക്ക് ഉള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോഴേ ഈ യൂറിന്റെ സ്മെല്ല് അറിയാതെ അത് പിന്നെ ഉണ്ടാകാം. അത് കൂടാതെ തന്നെ അവർക്ക് വയസ്സാകുമ്പോൾ വാണിംഗ് ടൈം പറയും. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് നിന്ന് ബസ് കയറുന്നു, തിരുവനന്തപുരത്തേക്കാണ് അയാൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. ബസ്സിൽ കയറുമ്പം തന്നെ അയാൾക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, യൂറിൻ പാസ് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഏതായാലും പല സ്ഥലമുണ്ടല്ലോ, ആലപ്പുഴ, കൊല്ലമൊക്കെ ഉണ്ടല്ലോ. അയാൾ ബസ് കയറി ആലപ്പുഴയിൽ ചെന്നു. ആലപ്പുഴയിൽ ചെന്നപ്പോൾ അതിന്റെ 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അയാൾ ഇറങ്ങി നോക്കിയാൽ വൃത്തിയില്ല. വീണ്ടും കയറി കൊല്ലത്ത് ചെന്ന്, അവിടുന്ന് 2-2.5 മണിക്കൂറുമാണ്. അപ്പൊ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു അയാൾക്ക് ഇൻക്ലിനേഷൻ ഉണ്ടായിട്ട്. കൊല്ലത്ത് ചെന്ന് അവിടെ ഇറങ്ങി, അവിടെ പേ ആൻഡ് യൂസ് എന്നുള്ള ഒരു കണ്ടീഷനാണ്. എല്ലാം നല്ല വൃത്തിയുണ്ട്, അയാൾ കാര്യം സാധിക്കും. അതേ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 70 വയസ്സുകാരനാണ് ഈ ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ അയാൾക്ക് യൂറിനേഷൻ, ഒരു ഇൻക്ലിനേഷൻ ഫോർ മിക്സുറേഷൻ അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് അത് പോയിരിക്കണം. ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ അയാൾ ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും. ടൗൺ വിടുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഇറങ്ങണം, ഏതെങ്കിലും ഹോട്ടലിൽ പോകേണ്ടി വരും. അതാണ് വാണിംഗ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏജ് കൂടുന്തോറും വാണിംഗ് ടൈം കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പൊ ചില വയസ്സന്മാരൊക്കെ TV കണ്ടിരിക്കും, ഇതുകൂടെ ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ മൂത്രം ഒലിപ്പിച്ചോണ്ടായിരിക്കും. ക്ലിയർ. ദെൻ സെൻസറി ബ്ലാഡർ. ഇപ്പൊ അതിന്റെ കോസ് ഡയബറ്റിക് മെലിറ്റസ് ആണ് മെയിൻ കോസ്. ദെൻ ഹെസിസ്റ്റൻസി, അതിന്റെ മെഡിസിൻ പെട്രോസെലിനും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ പെയിൻഫുൾ അർജൻസി, അതാണ് നമ്മൾ സ്ട്രാങ്കുറി എന്ന് പറയുന്നത്. മറ്റേ മെഡിക്കൽ പല സ്ഥലത്തും ഇങ്ങനെ സ്ട്രാങ്കുറി എന്ന് എഴുതി വെച്ചിരിക്കും. അപ്പൊ അതിന്റെ ശരിക്കുള്ള മീനിങ് പെയിൻഫുൾ അർജൻസിയാണ്. അതിനും പരേര ബ്രേവ വരാം, ദി പെയിൻഫുൾ അർജൻസി. അപ്പൊ ഏതായാലും മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇപ്പൊ മെയിനായിട്ട് ബ്ലാഡർ പ്രശ്നങ്ങളിൽ വന്ന മെഡിസിൻസ് പ്രോസ്റ്റേറ്റ് പ്രശ്നമൊക്കെ കൊണ്ടാണ് അല്ല കൂടുതലും പരേര ബ്രേവ പലയിടത്തും വന്നു. അത് കൂടുതലും ഈ നെർവ് ഇൻവോൾവ്മെന്റ് ഉള്ള സ്ഥലത്താണ്. അതേസമയത്ത് പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ആണ്, അതനുസരിച്ച് മെഡിസിൻ കൊടുക്കണം. പ്രോസ്റ്റേറ്റൈറ്റിസ് ആണെങ്കിൽ അതനുസരിച്ച് കൊടുക്കണം. ഇനി വല്ല മാലിഗ്നൻസി ആണെങ്കിൽ അതനുസരിച്ച് മെഡിസിൻ കൊടുക്കണം. അവിടെ നെർവസ് ഇൻവോൾവ്മെന്റ് അല്ല. ഓക്കെ, അപ്പൊ വളരെ നല്ലൊരു ക്ലാസ്സും ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിലും അതിനകത്തെല്ലാം ഈ എന്താണ് ഡയഗ്നോസിസ് കൂടെ അല്ലെങ്കിൽ പത്തോളജി കൂടി ചേർത്ത് വളരെ വിശദമായിട്ടാണ് ഇന്നിപ്പോ സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് പ്രോബബിൾ മെഡിസിനും സാറ് പറഞ്ഞു. അപ്പൊ ഇനി വളരെ നല്ല ഒരു അറിവാണ് സാറ് പങ്കുവച്ചത്. അപ്പൊ ഇനി ഡോക്ടേഴ്സ് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയങ്ങളോ
ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും. അപ്പോ റെസിപ്രോക്കൽ. ഇപ്പം ശ്രോതാക്കൾക്ക് അവർക്ക് പറയാനുള്ളതും പറയണമല്ലോ, അവരുടെ അതാണ് എക്സ്പീരിയൻസ്. സാറിന് എന്തെങ്കിലും അങ്ങോട്ട് കിട്ടുമെന്നുള്ളതും സാറ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണേ. എന്തെങ്കിലും സംശയങ്ങൾ? ജയലളിത ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. ജയലളിത ഡോക്ടറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുവിധം എല്ലാം ജെയിംസ് പോൾ സാറ് പറഞ്ഞല്ലോ. സാറിന്റെ ക്ലാസ്സിന് ഇനി ഒന്നും പറയാനില്ല. സാർ ഒരുവിധം എല്ലാം പറഞ്ഞിട്ടുണ്ട്. പെട്രോസെലിനും പറഞ്ഞെന്ന് എനിക്ക് തോന്നണത്. അപ്പൊ ചെറിയൊരു കുട്ടി ഇതുപോലെ കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ആ ഇച്ചിങ് ഓഫ് ദ ടിപ്പ് ഓഫ് ദ പെനിസ് ആണത്. ആ ദ്വാരത്തിന്റെ അടുത്താണ് കൂടുതൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടും വരുമ്പോഴാണ് ആ കുട്ടി അങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടും കടന്നു തുള്ളുന്നത്. അപ്പൊ ആ പെട്രോസെലിനും കൊടുത്ത് നല്ലൊരു ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതില് നമ്മുടെ അമ്പാടി ഡോക്ടർ ഒരു കേസ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഒരു പൂവിന്റെ അറ്റം കൊണ്ട് ഇങ്ങനെ ആ അറ്റത്ത് പെനിസിന്റെ ദ്വാരത്തിന്റെ അകത്ത് ഇതിട്ടിട്ട് അകത്തേക്ക് ഇട്ടിട്ട് ഇളക്കുന്നത്. അപ്പൊ അതൊരു മാസ്റ്റർബേഷൻ പോലത്തെ ഒരു ഇതായിട്ടാണ് തോന്നിയത്. ആ കുട്ടിനെ വഴക്ക് പറഞ്ഞത് പറയണത്. പക്ഷെ അതല്ല, കണ്ടീഷൻ ഇതായിരുന്നു എന്ന്. അപ്പൊ ആ ഒരു ഹിസ്റ്ററി പറഞ്ഞതായിട്ട് അമ്പാടി ഡോക്ടർ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സാറ് ഒരുവിധം പറഞ്ഞു. ആ ചൊറിച്ചിൽ അമിലറേഷൻ ബൈ ഡാൻസിങ് സെപ്പിയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചൂടെ? അല്ല ഡോക്ടറെ, അങ്ങനെയല്ല. അങ്ങനെയല്ല, ദ്വാരത്തിന്റെ അകത്താണ് ചൊറിച്ചില്. അത് തന്നെ ശരിക്കുള്ള ഇച്ചിങ് സെൻസേഷൻ കുറയുന്നില്ല. അതെ അതെ, അത് തന്നെ. ചിലപ്പോ ഇച്ചിങ് അല്ലെ, ഏത് സിംറ്റം അമിലറേഷൻ ബൈ ഡാൻസിങ് ആണല്ലോ സെപ്പിക്ക്. പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. കറണ്ടിലേം വരില്ലേ അങ്ങനെയാണെങ്കിൽ? സെപ്പിക്കല്ലേ കൂടുതല്. സെപ്പിയ ഇൻഡിഫറന്റ് ആയിരിക്കുമല്ലോ സെപ്പിയ ആവുമ്പോ. സാറ് പറഞ്ഞത് അതിന് ഇച്ചിങ് അല്ലല്ലോ, പെയിൻ അല്ലേ? ആണോ? പെയിൻ ആണ്. മറ്റേ ഇതില് സാറ് പെട്രോസെലീനിയം പറഞ്ഞത് പെയിൻഫുൾ അർജൻസി. കാരണം പെയിനോട് കൂടി കുട്ടി കിടന്ന് ചാടും. ബോറിക്കൽ അങ്ങനെ ഉണ്ടായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ പറഞ്ഞത്. അല്ല, കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് കേട്ടു. കാണും. അപ്പൊ ഓക്കെ. ജലത ഡോക്ടറെ കഴിഞ്ഞോ? കേൾക്കുന്നില്ല, എന്തോ ക്ലിയർ. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ. അടുത്തത് ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറെ സംസാരിക്കും. അത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രിക്ചർ യൂറിത്ര വരുമ്പോഴാണ് പെട്രോസെലിനം വരുന്നത്. പറഞ്ഞല്ലോ. അപ്പം സ്ട്രിക്ചർ യൂറിത്ര വരുമ്പോ മൂത്രം യൂറിൻ വെളിയിലോട്ട് വരുത്തില്ല. അപ്പം കുട്ടിയല്ല വലിയവരാണെങ്കിലും വലിയ തുള്ളിച്ചാടും, ഒരു രക്ഷയില്ല. അത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവരത് എക്സ്പാൻഡ് ചെയ്യുമ്പം അറിയും. പിന്നെ അത് ക്രോണിക് കണ്ടീഷനായിട്ട് വരും. ക്രോണിക് കണ്ടീഷനായിട്ട് വരുന്നത് എനിക്കറിയാം. ഒരു ആശാരിയെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അത് മാസത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം, ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴായിരിക്കും വരുന്നത്. ഇങ്ങനെ വരും. അത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പെട്രോസെലിനം ആദ്യം വണ്ണം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എണ്ണം കൊടുത്ത് കംപ്ലീറ്റ്ലി ക്യൂർഡ്. നമ്മൾ വിശദീകരിച്ചാണ് എൻ്റെ ഒരു കോഴ്സ് പറയുന്നത് സ്ട്രിക്ചറാണ്. 2 STD, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അതുകൊണ്ടും സ്ട്രിക്ചർ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെയെല്ലാം പെട്രോസെലിനും ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഓക്കെ. ഹരിഹരൻ സാർ പറയുന്നില്ലേ? അതെ, കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിങ്ങനെ അപ്പൊ പിന്നെ ഇതിനകത്ത് ഡോക്ടർ പറയാത്ത ഒരു കാര്യം, ഈ ഈക്കോളൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവൻ കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വലിയ പ്രയാസമാണ് അവനെ അത് മാറ്റിയെടുക്കാനായിട്ട്. അവനെ ഈ ബേണിംഗ് യൂറിത്ര അവൻ്റെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ
അതിനെ ക്യൂർ ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ഒത്തിരി പാടുപെട്ടിട്ടുള്ള ഒരു കേസാണ് അത്. ഒരിക്കൽ നമ്മൾ തമ്മിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ബേണിംഗ് മിക്ചറേഷൻ ഒരു എന്ത് ചെക്ക് ചെയ്തിട്ടും അത് പിടികിട്ടുന്നില്ല. അവസാനം മനസ്സിലായത് കൾച്ചർ ചെയ്തപ്പോൾ ഈ കൊള്ളയാണെന്ന് പിടികിട്ടി. എന്നിട്ട് ഈ കൊളയിൽ 30 കൊടുത്തു. 30 കൊടുത്തിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ വണ്ണം കൊടുത്തപ്പോഴാണ് അത് റെസ്പോണ്ട് ചെയ്തത്. അത് പിന്നെ അത് മാനേജ് ചെയ്ത അത് പിന്നെയും റിക്കർ ചെയ്തു. അപ്പം ഞാനത് മനസ്സിലാക്കി എന്തോ അതിനകത്ത് പ്രശ്നമുണ്ടെന്ന്. അതെങ്ങനെ മനസ്സിലാക്കി? പെൺകുട്ടിക്കായിരുന്നു. ഈ പെൺകുട്ടി ഈ കക്കൂസി പോയി കഴിഞ്ഞിട്ട് ഈ മുൻവശം കൊണ്ടാ വാഷ് ചെയ്യുന്നത്. ആ മുൻവശം കൊണ്ട് വാഷ് ചെയ്യുമ്പോഴാണ് ഈ രോഗം പിടിപെടുന്നത്, റിക്കർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ കോള ഇൻഫെക്ഷൻ ആ കുട്ടിക്കുണ്ട്. അപ്പൊ അത് നമ്മൾ മാറ്റിയാലും പിന്നെ ഇത് വരും. പക്ഷെ മറിച്ച് പറഞ്ഞപ്പോ പുറവശത്തുനിന്ന് കഴുകണമെന്ന് പറഞ്ഞപ്പോ അത് ക്യൂർ ചെയ്തു. അതുകൊണ്ടാണ് ചികിത്സ എന്ന് പറയുന്നത് വെറും മരുന്ന് കൊടുക്കൽ മാത്രമല്ല, കീൻ ഒബ്സർവേഷൻ. ഓക്സിലറി ട്രീറ്റ്മെന്റ്. പ്രോട്ടിയസ് പിന്നെ ആൾസോ ലൈക്ക് ഈ പ്രോട്ടിയസ് എന്ന് പറയുന്ന മെഡിസിനും ഈ കോളയ്ക്ക് കൊള്ളാമോ? അതെനിക്കറിയില്ല. നമ്മൾ ഡിപ്പെൻഡ് ഓൺ സിംറ്റം വാട്ട് എവർ ഇറ്റ് ഈസ്. നോമൻക്ലേച്ചറിൽ നമ്മൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ കോളെ അതൊരു പാത്തോളജിക്കൽ ഒരു ഐറ്റം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് അതർ ഇൻഫെക്ഷൻസും ഇതിനെ ബാധിക്കാമല്ലോ. നോട്ട് ഓൺലി ഈ കോളെ, മറ്റ് ബാക്ടീരിയസും ഉപയോഗിക്കാം. അത് പറഞ്ഞിട്ടുണ്ട് ഞാനത്. അതിന്റെ ഒരു കാരണം STD ആൻഡ് അതർ ഇൻഫെക്ഷൻസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലിതെല്ലാം വരും. പിന്നെ ഈ സിസ്റ്റോസിലെ വരും. ഒരു സർജിക്കൽ കേസ് പോലെ സിസ്റ്റോസിലെ വരും. അത് ഞാൻ ആ കേസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിന്റെ മെഡിസിൻ സെപ്പിയയാണ്. സെപ്പിയ അവിടുത്താണ് അത് മാറ്റിയത്. സിസ്റ്റോസിൽ അതെങ്ങനെ തള്ളി വരും. പിന്നെ പോളിപ്പസ് വരും ഇതിനകത്ത്. ഈ യൂറിനറി ബ്ലാഡറിൽ പോളിപ്പസ് വന്നിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മെഡിസിന് ടൂക്രിയമാണ്. ടൂക്രിയം അത് കെൻഡ് റെപ്പർട്ടറിക്കകത്ത് കിടപ്പുണ്ടത്. ഇത് തന്നെ കിടപ്പുണ്ട് പോളിപ്പസ്. പോളിപ്സിന് പൊതുവേ നമ്മൾ ടൂക്രിയ ഉപയോഗിക്കും. എല്ലാം ടൂക്രിയ ഉപയോഗിക്കും. അപ്പൊ അത് വെച്ചുള്ളതായി അതുപോലെ ആയിരിക്കും ഈ ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റ് തന്നെ ഒരു ഫോൾഡ് യൂറിത്രയിലേക്ക് കയറി വരുന്നതാണ്. അപ്പൊ അവിടെ യൂറിനേഷൻ പിന്നെയും ബാധിക്കും, തടസ്സപ്പെടുന്നതാണ് സിസ്റ്റോസിൽ. സർജിക്കൽ അല്ലെങ്കിലും നമുക്ക് അതിന്റെ ആരംഭഘട്ടത്തിലൊക്കെ നമുക്ക് നല്ല മെഡിസിൻ ഉണ്ട്. മറ്റൊന്നുമല്ല, ആർട്ടിയം ലാപ്പ ടിഞ്ചർ. എന്താ സാർ ഒന്നുകൂടെ പറഞ്ഞേ? ആർട്ടിയം ലാപ്പ ടിഞ്ചർ. ആർട്ടിയം ലാപ്പ. അതുപോലെ യൂട്രൈൻ പ്രൊലാപ്സിന് നല്ലതാണ്. യൂട്രൈൻ മാഗ്നറ്റ് എന്നാണ് അതിന്റെ പേര്. യൂട്രൈൻ മാഗ്നറ്റ്. ഓ, തിരിച്ച് ഇങ്ങോട്ട് ആകർഷിക്കുമല്ലോ. ആർട്ടിയം ലാപ്പ നോക്കാം. അപ്പൊ അതും ആയി. ജയലളിത ഡോക്ടർ എന്തോ പ്രോട്ടിയസിനെ കുറിച്ച് പറഞ്ഞത് അത് വ്യക്തമാവുന്നില്ല ഡോക്ടറെ. ജയലളിത ഡോക്ടറെ, ബ്ലാക്ക് ഫ്ലവർ മെഡിസിൻ അല്ലേ? നമ്മള് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈക്കോളെ കാണുന്നത് പോലെ തന്നെ ഒരു ബാക്ടീരിയ ഈ പ്രോട്ടിയസ് എന്നും പറഞ്ഞും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾക്ക് ആ പ്രോട്ടിയസ് എന്ന് പറഞ്ഞ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഈക്കോളെ മെഡിസിൻ പോലെ തന്നെ ഈ പ്രോട്ടിയസും ആക്ട് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണും ഈ സംഭവം. നമുക്ക് മെഡിസിൻ ഉണ്ട് അത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ ഡോക്ടർ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഒരു യൂറിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ നമുക്കൊരു മരുന്നുണ്ട്. പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ എലാട്രിയം
നല്ല മെഡിസിനാണ്. സെൻസേഷൻ ഇല്ലാത്തവർക്ക് തോന്നിപ്പിക്കാനാണോ? ആ അത് അതെ അത് പ്രൊമോട്ട് യൂറിനേഷൻ എന്നാണ് അതിന്റെ ഈ റൂബ്രിക്ക് കിടക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ മൂത്രം പറയുകയാണ് ഇവന് മൂത്രം ഒഴിക്കാനായിട്ട് ഒത്തിരി താമസമാണെന്നോ അല്ലെങ്കിൽ അവനങ്ങനെ അത് കാണുന്നില്ലെന്നോ അല്ലൊക്കെ നമ്മുടെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ഗിവ് ദിസ് മെഡിസിൻ. അത് ചിലപ്പം വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ന്യൂറോളജിക്കൽ റീസൺ ആണെങ്കിലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അതിന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഈ സിംറ്റംസ് എല്ലാം ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പത്തോളജി. പക്ഷെ അങ്ങനെ അത് ചകഞ്ഞ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. ഈ പെട്രോസെലിനത്തിന്റെ കാര്യം പറഞ്ഞതാ. ഈ പെട്രോസെലിനത്തിന് വേറെ ഒരു സിംറ്റം ഉണ്ട്. ഒരു നല്ല മെഡിസിനാണ് ഈ പെട്രോസെലിനം. അതായത് ഈ പെട്രോസെലിനത്തിന് നമുക്ക് അതായത് ഈ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു, പിന്നെ അത് പിടിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചാൽ രക്ഷയില്ല, പെട്ടെന്ന് തന്നെ മൂത്രം ഇവാക്യുവേറ്റ് ഇത് വെളിയിലേക്ക് ചാടും. അങ്ങനെ ഒരു സിംറ്റം ഈ പെട്രോസെലിനത്തിനുണ്ട്. അത് അതിന്റെ പറയുന്നത് ഡിസയർ ടു യൂറിനേറ്റ് എന്നാണ്. ഇറ്റ് മേ എസ്കേപ്പ് ഇഫ് നോട്ട് അറ്റൻഡഡ് ക്വിക്ക്ലി. ദാറ്റ് ഈസ് പെട്രോസെലിനം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ആ സിംറ്റത്തിന്റെ. പിന്നെ ഇതൊരു വലിയ ചാപ്റ്റർ അല്ലേ, ഭയങ്കര ചാപ്റ്ററാ. പിന്നെ വെറും ഒന്നല്ല, വെറും ഈ മണം, ഈ സ്മെല്ല് തന്നെ എടുത്താ യൂറിൻ എന്തുമാത്രം സ്മെല്ലാ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പല രീതിയിലുള്ള ഇന്നത്തെ ഹരിഹരൻ സാർ ഇന്നത്തെ ക്ലാസ് ബ്ലാഡർ ഡിസ്ഫങ്ഷനെ കുറിച്ചായിരുന്നു. യൂറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഉള്ളതാണ്. അതായത് വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് യൂറിൻ, അങ്ങനെ ഒരു സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളത് വേരിയേഷൻ ഓഫ് യൂറിനൽ വോളിയം, അങ്ങനെ ഒരു സെഷൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ചാപ്റ്ററാ. അതെ വലിയ. അതില് ഈ സ്മെല്ലും എല്ലാം പറയുന്നുണ്ട്. നൈട്രിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, കഡാവറ സ്മെല്ലുള്ളത് ഒക്കെ പറയുന്നുണ്ട്. യൂറിനറി സിസ്റ്റം മൊത്തത്തിൽ എടുക്കുമ്പോൾ വലിയൊരു ചാപ്റ്റർ. അതിന് എത്രയായിട്ട് തിരിക്കാം? കിഡ്നി, ബ്ലാഡർ, യൂറിൻ. യൂറോളജി തന്നെ ഒരു PG ആയിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ. വളരെ വാസ്റ്റാണ്, വളരെ വാസ്റ്റ്. ഇന്നിപ്പോ സാറ് ഒത്തിരി ഇതിന്റെ പത്തോളജി, നമ്മൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഡിസ്ഫങ്ഷൻ സംഭവിക്കാം. അപ്പൊ അതെല്ലാം നമ്മള് ഓർത്തിരിക്കണം. വേണമെങ്കിൽ ആ തരത്തിലൊക്കെ അതുകൊണ്ടൊക്കെ ആണോ എന്നുള്ളത് ചിന്തിക്കണം. അത് തന്നെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. അതൊക്കെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഏകദേശം നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ കുറെ അഡീഷൻസ് ഒക്കെ വീണ്ടും ഹരിഹരൻ സാറും ജയലളിത ഡോക്ടറും ഒക്കെ പറഞ്ഞു. സാറ് ഒരുപാട് കാര്യങ്ങൾ പത്തോളജി പ്രധാനമായിട്ടും പിന്നെ കുറച്ച് മെഡിസിനൽ പാർട്ടും എല്ലാം പറഞ്ഞു. അപ്പൊ ഇനി ഇതുപോലെ വേറൊരു വിഷയവുമായിട്ട് സാറ് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ജയലളിത ഡോക്ടറെ തന്നെ ക്ഷണിക്കാം. ജയലളിത ഡോക്ടറെ, സാറിനുള്ള നന്ദി അല്ലെങ്കിലും ജെയിംസ് പോൾ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഫുള്ള് നമുക്കൊരു പെത്തോളജിയും അതിന്റെ ഒരു ഫിസിയോളജിയും എല്ലാം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാറുണ്ട് സാറിന്റെ ക്ലാസ്സുകളെല്ലാം ഒത്തിരി യൂസ്ഫുൾ ആണ്. അപ്പോ ഞാൻ സാറിന് IAPHന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഹോമിയോപ്പതി സ്നേഹികളുടെ ഡോക്ടേഴ്സിന്റെ പേരിൽ ഒരുപാട് നന്ദി. വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടെ. താങ്ക് യു സർ. ഓക്കെ, നന്ദി ജയലളിത ഡോക്ടറെ. ഇന്ന്
761 ദിവസം സൂം സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രിയും. ജെയിംസ് പോൾ സാറിന് ഒരിക്കൽ കൂടി നന്ദിയും, അതുപോലെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഓ, താങ്ക് യു, താങ്ക് യു. ശൈലജ ഡോക്ടറുടെ ആ നമസ്തേ ഉഗ്രമായിരിക്കുന്നു.